പൊടികളൊന്നും തന്നെ ചേർക്കാതെ നല്ല വരട്ടിയെടുത്ത പോലത്തെ ചിക്കൻ. അപ്പം അതിനായിട്ട് ഒരു മീഡിയം സവാള, ഒരു 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി, കാന്താരി മുളക്, എരിവിനായിട്ട് കാന്താരി മുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 5 കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് അരച്ച് വയ്ക്കാം. ഇനി ഓയിൽ ചൂടാകുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് മൂപ്പിക്കാം. അതിലേക്ക് ഒരു വഴണയില, പിന്നെ 2 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, പിന്നെ ഒരു കഷ്ണം പട്ട, ഇതൊക്കെ ഒന്ന് മൂപ്പിക്കാം. അതിലേക്ക് നമ്മൾ അരച്ച ചേരുവ ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനിടയിൽ 2 ചെറിയ തക്കാളി വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ മൂപ്പിച്ചതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല ഒന്നും കൂടെ പാകമായി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തൈരൊക്കെ നന്നായി മിക്സ് ആയതിന് ശേഷം ചിക്കൻ പീസസ് കഴുകി വാർത്ത് വെച്ചതാണ് 600 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നല്ലോണം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല മസാലയൊക്കെ വറ്റിയ ചിക്കൻ പീസസിൽ പൊതിഞ്ഞിരിക്കുന്നുണ്ടാവും. അതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലെ ഒഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.